നമസ്തേ. ഈ വർഷത്തെ കർക്കിടക വാവിനോടനുബന്ധിച്ച് നമ്മൾ വ്രതശുദ്ധിയോടുകൂടി നിന്ന് നാളത്തെ ഒരു ദിനം നമ്മൾ ഒരിക്കലാണ് ആചരിക്കുന്നത്. മറ്റന്നാൾ സൂര്യോദയം കഴിഞ്ഞതിന് ശേഷം സൂര്യൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്ന സമയം മുതലാണ് പരിപൂർണമായി ഈ വാവ് കർമ്മങ്ങൾ സംബന്ധമായിട്ടുള്ള ബലിയിടിയിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ മുമ്പിൽ നമ്മളുടെ നിഴൽ പൂർവികരായിട്ടുള്ള പിതൃക്കൾ എന്നുള്ളൊരു സങ്കല്പത്തോടു കൂടി ആയിരിക്കണം അത് കാണേണ്ടത്. അതിലുപരി ഈ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സിനെ ഏകാഗ്രതയോടുകൂടി നമുക്ക് രണ്ട് തലങ്ങളാണ്. അത് ഉത്ബോധ മനസ്സിൻ്റെ നമ്മളുടെ പിതൃക്കളായിട്ടുള്ള, അപ്പോൾ ഈ ലേറ്റസ്റ്റായിട്ട് മരിച്ചു പോയിട്ടുള്ള കുടുംബത്തിൽ ഈ അടുത്ത കാലത്തൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു പിതൃവിനെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. ബാക്കിയുള്ള ആളുകളെ ചിലപ്പോൾ നമുക്ക് ഓർമ്മ കാണണമെന്നില്ല. അപ്പം അങ്ങനെ വന്നാൽ ഈ പിതൃവിൻ്റെ മരിച്ച ദിവസത്തെ നക്ഷത്രവും ആ പിതൃവിൻ്റെ പേരും സങ്കല്പിച്ചിട്ട് നമ്മൾ ബലിയിടാൻ നേരത്ത് പൂർവികരായിട്ടുള്ള സമസ്ത പിതൃക്കളെയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അത് അന്യകുടുംബത്തായാലും സ്വകുടുംബത്തായാലും ഈ പിതൃ ചൈതന്യങ്ങളെല്ലാം സങ്കല്പരഹിതമായിട്ട് മനസ്സിൽ കണ്ട് ആ ഒരു ബലികർമ്മം ചെയ്തതിന് ശേഷം നമ്മൾ കടലിൽ ഈ ബലി കൊണ്ടുവന്ന് ഒഴുക്കി എൻ്റെ ഹൗസ്, അത് കഴിഞ്ഞതിന് ശേഷം മറ്റ് ജലാശയത്തിൽ കുളത്തിൽ വന്ന് കുളിച്ച് ശുദ്ധമായതിന് ശേഷം ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് എഴുതിച്ച് ഭഗവാന് ഒരു അർച്ചനയൊക്കെ എഴുതി നമ്മുടെ പെരുന്നാളും പറഞ്ഞ് അർച്ചനയും വഴിപാടുകളും ഒക്കെ എഴുതിയതിന് ശേഷം ഒരു പാൽപ്പായസമൊക്കെ എഴുതി ഭഗവാൻ്റെ നെയ്വിളക്കും തുളസിമാലയൊക്കെ നമ്മൾ വഴിപാടുകൾ നടത്തി. അതിലുപരി ഈ തിലഹോമം നടക്കുന്ന സ്ഥലത്ത് വന്നാൽ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന പേരും പ്രകാരം നാളും പ്രകാരം അവർ ആ കർമ്മം ചെയ്യാൻ നേരത്ത് നമ്മൾ അവിടെ നിന്നുകൊണ്ട് നമ്മളുടെ മനസ്സിനകത്ത് പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപം ഉണ്ടായിരിക്കും. കാരണം നമ്മളുടെ അറിവിലും അറിയാതെയും കുടുംബപരമായിട്ടുള്ള മറ്റ് പിതൃദോഷഗതികളും അതേപോലെ തന്നെ നമ്മളുടെ വളർത്തു മൃഗങ്ങളായാൽ പോലും ഇതിനെല്ലാം ഒരു ആത്മചൈതന്യം ഉള്ളതാണ്. നമ്മൾ സ്നേഹിച്ച് താലോലിച്ച് വളർത്തു മൃഗങ്ങളായാൽ പോലും ഏത് ദൈവങ്ങളിലായാലും ശരി തന്നെ സമഷ്ടമായിട്ടുള്ള എല്ലാ പിതൃക്കളും ഒരേ തുല്യ പ്രാധാന്യത്തോടു കൂടി ആയിരിക്കണം നമ്മൾ കാണുന്നത്. ഇപ്പം ഈ ഓരോ ക്ഷേത്രങ്ങളുടെ തന്നെ ആന ചരിഞ്ഞാൽ നമ്മളൊരു ദേവപ്രശ്ന വിധി പ്രകാരം ആ ആനയുടെ ആത്മചൈതന്യത്തെ നമ്മൾ എവിടത്തേക്ക് അലയിപ്പിക്കുന്ന ഗണപതി ഭഗവാനിലേക്ക് അലയിപ്പിക്കുന്നു എന്ന് പറഞ്ഞ കണക്ക് ചില വീട്ടുകളിൽ വളർത്തുന്ന മൃഗങ്ങളുടെ സ്വഭാവ രീതികളനുസരിച്ച് അവരും മനുഷ്യരും തമ്മിലുള്ളൊരു ആത്മബന്ധം അനുസരിച്ച് അവർക്കും ഇത്യാദി കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അതിനെ ഇപ്പം നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു പപ്പിക്കുട്ടി തന്നെ ആയാലും ശരി തന്നെ അതിൻ്റെ ആത്മചൈതന്യത്തെ വരെ പൂജ നടത്തി മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുകൊടുത്ത ചരിത്രമുണ്ട്. അപ്പോൾ എന്തെല്ലാം നമ്മളുടെ ആരൂഢ സംബന്ധമായിട്ടുണ്ടോ അതിൻ്റെ എല്ലാ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയും മനുഷ്യരായിട്ടുള്ള വ്യക്തികൾക്കും അല്ല മൃഗത്യാദികളായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാം മനസ്സിൽ ചിന്തിച്ച് പ്രാർത്ഥിച്ച് സർവോപരമായിട്ടുള്ളൊരു മോക്ഷം നമുക്കുണ്ടാവുന്നതിന് വേണ്ടി നമ്മൾ പോയി ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പ്രസാദവും വാങ്ങി നമ്മുടെ വീട്ടിൽ വന്ന് വീട്ടിൽ മറ്റുള്ള ആളുകൾക്കെല്ലാം ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ അവർക്ക് വെച്ചുകൂട്ട് നടത്തി അവർക്ക് ഇഷ്ടവിഭാഗങ്ങളെല്ലാം വിളമ്പിയതിന് ശേഷം വൈകുന്നേരം വിളക്ക് കത്തിച്ച് കൂട്ടമായിട്ടുള്ളൊരു പ്രാർത്ഥന ഉണ്ടായി. ആ കൂട്ടപ്രാർത്ഥനയോടുകൂടി അപ്പോൾ അതിൽ ഈ ഉച്ച സമയത്ത് നമ്മൾ ഭക്ഷണം വിളമ്പാൻ നേരത്ത്
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ അരുടത്തിൽ വളർന്നതായിട്ടുള്ള മൃഗത്യാദികൾ എന്തോ ആയാലും, ഇപ്പം എരുത്തിൽ ഒരു പശു വീണ് ചത്തു കഴിഞ്ഞാൽ തന്നെയും അതിൻ്റെ ഒരു ചൈതന്യം ആ മണ്ണിലുണ്ട് എന്ന് നമ്മൾ പ്രശ്നവിധി പ്രകാരം കണ്ടാൽ പോലും നമ്മൾ അതിൻ്റെ ആ ഗോമാതാവ് ചൈതന്യത്തെ ആവാഹിച്ച് എവിടെയാണ് കൊടുക്കുന്നത്? കൃഷ്ണൻ്റെ അടുത്താണ്. അപ്പോൾ ഒന്നിനെ നമുക്ക് ഇതായിട്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല. എല്ലാം മനുഷ്യരായാലും മൃഗമായാലും എല്ലാം ഈ മനുഷ്യരാശിയിൽ നമുക്ക് ഒരേപോലെ തന്നെയാണ്. പ്രാണകലകളിൽ ഇപ്പം അത് ശ്വസിക്കുന്ന ശ്വാസം തന്നെയാണ് നമ്മൾ ശ്വസിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കണം. നമ്മളുടെ റൂമിൽ നമ്മൾ വളർത്തുന്ന ഒരു മൃഗത്തെ, അല്ലെങ്കിൽ നമ്മളുടെ കാമ്പൗണ്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തെ, അത് ശ്വസിക്കുന്ന അതേ ശ്വാസം തന്നെയാണ് നമ്മളും ശ്വസിക്കുന്നത്. ആർക്കും നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പം പിന്നെ മനുഷ്യാലയത്തിലെ മനുഷ്യഗന്ധവും മൃഗാലയത്തിലെ മൃഗഗന്ധവും എല്ലാം സമുചിതമായിട്ട് പോകുന്നത് ഒരിടത്തേക്ക് മാത്രമാണ്. അപ്പോൾ ബലികർമ്മങ്ങൾ ചെയ്യാൻ നേരത്ത് മനുഷ്യർക്ക് വേണ്ടിയും കൂടെ മാത്രമല്ല, ഇങ്ങനെയും ചില സംഗതികളുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും മോക്ഷം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യണം. സർവ്വതിലും ലയിച്ചും സർവ്വതിലും അലങ്കാരപ്രിയനായിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ തൃപാദങ്ങളിലേക്ക് തന്നെ നമ്മൾ ഇവരുടെ എല്ലാം പരമാത്മ ചൈതന്യത്തെ കൊണ്ട് ലയിപ്പിക്കണം, മനസ്സുകൊണ്ട് കർമ്മം ചെയ്ത്. വലിയ സുദർശന ഹോമോ മോക്ഷപ്രീതി വരുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സാമ്പത്തികമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം? ഇങ്ങനെ മാനസപൂജ ചെയ്യണം. കുറച്ച് തുളസി വെച്ച് അത് മാല കെട്ടി ഭഗവാന് കൊണ്ടുവന്ന് കൊടുക്കണം. വലിയ കട്ടിമാല കൊടുത്തെങ്കിലേ വലിയ അനുഗ്രഹം കിട്ടും, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പല ക്ഷേത്രങ്ങളിൽ തന്നെ തുലാഭാരം നടത്തുന്ന സമയത്ത് കിലോ കണക്കിന് സാധനങ്ങൾ കൊണ്ടുവച്ച് തുലാഭാരം നടത്തും. പക്ഷേ ആ തുലാഭാരത്തിൽ ഭഗവാൻ ഈ കൃഷ്ണൻ തന്നെ ഉയർന്നു വന്നതെന്താ? ഒരു തുളസിയില വെച്ചപ്പോൾ. അപ്പോൾ ഏത് സാധനവും നമ്മൾ വെച്ച് അതിലുപരി അതിൻ്റെ മുകളിൽ തുളസിക്കതിരി വെച്ചില്ലെങ്കിൽ അതൊരു തുലാഭാരം അല്ല. അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പിന്നെ ചോറ് കൊടുപ്പിന് കുഞ്ഞുങ്ങൾക്ക് ആദ്യം സംവാദം കൊടുക്കണം. സംവാദം തേനും നെയ്യും ചേരുന്നതാണ്. അത് വേറെ വെക്കണം. ആ തേൻ ആദ്യം കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നെയ്യ് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ചില ഉപ്പും മുളകും പുളിയും കൂടെ ഞെടി ചോറിൻ്റെ 3 അംശത്തിൽ നിന്ന് 3 ഭാഗത്തു നിന്നായിട്ട് കുറേശ്ശെ എടുത്ത് മുതിരവെല്ലും തള്ളവെല്ലും കൊണ്ട് ലയിപ്പിച്ച് കഴുകി പുണ്യാഹം തളിച്ച് വീണ്ടും അതിനെ എടുത്ത് ഏത് ദേവനാ ദേവിയോ ആയാലും അവരെ സ്മരിച്ച് എൻ്റെ നാവിലോട്ട് വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം 3 പ്രാവശ്യം ചോറ് കൊടുത്തതിന് ശേഷം പാൽപ്പായസവും ശർക്കര പായസവും. അത് കഴിഞ്ഞതിന് ശേഷം പുണ്യാഹം, ജലം, പുണ്യതീർത്ഥം, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തും ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും പോയി പല ആളുകളും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലും ഇത് ചെയ്യുന്ന രീതികളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പുരാണങ്ങളുടെ പരിശോധനയിൽ ഇത്തരം കാര്യങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും 1-2 കൂട്ടങ്ങൾ അങ്ങോട്ട് വെച്ച് കാര്യങ്ങൾ ചെയ്യും. അതും ഈ ഭക്തർ തന്നെയാണ് ഇതെല്ലാം സഹിക്കേണ്ടി വരുന്നത്. അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ഇച്ചിരിയൊക്കെ വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് ഇവ കാര്യങ്ങളൊക്കെ ഈ പ്രഭാഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ ആണ് നമ്മൾ പറഞ്ഞ് ആളുകൾക്കൊരു ബോധവൽക്കരണം കൊടുക്കേണ്ടത്. പത്രവാർത്ത മാത്രം 365 ദിവസവും ഇരുന്ന് വായിച്ചിട്ട് അത്തരം കാര്യങ്ങൾ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളും കൂടെ ഈ കൊച്ചു കാര്യങ്ങളാണ് ശ്രദ്ധിക്കാതെ പോകുന്നത്. ഈ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൻ്റെ ഇങ്ങേ അറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ ദീർഘനാൾ ഇതിൻ്റെ പ്രയോജനങ്ങൾ നമുക്കുണ്ടാകുന്നു. കാരണം എന്താ? ഇതും എല്ലാം പൂർവികരായിട്ടുള്ള വ്യക്തികളാണ് ചെയ്തത്.
അപ്പോൾ ഈ പൂർവികരായിട്ട് തുടക്കം ഇട്ട് വച്ചിരിക്കുന്നത് തന്നെയാണ് പിന്നീടുള്ള തലമുറകൾ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പിതൃകർമ്മത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഈ രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഞണ്ടല്ല, നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ഇഷ്ടപ്പെട്ട മൃഗങ്ങളുടെയും കൂടെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഈ ഒരു ബലിതർപ്പണ രീതി പ്രാർത്ഥന വഴി കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. ഈ നേരത്തെ ഈ പറഞ്ഞ ചോറ് കൊടുപ്പ്, അതേപോലെ തന്നെ തുലാഭാരം, അതേപോലെ പിതൃകർമ്മങ്ങൾ, അതേപോലെ തന്നെ നമ്മളുടെ മാർജാരപരമായിട്ടുള്ള ദോഷങ്ങൾ, ഇതെല്ലാം ഈ ബലികർമ്മങ്ങളിനകത്ത് ഒന്നോ രണ്ടോ ബലിയല്ല, ഓരോന്നിനും ഓരോ പേരിൽ അറിയപ്പെടുന്ന പല പല ബലികളുമുണ്ട്. അപ്പം സമഷ്ടമായിട്ടിടുന്ന നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ ആ ക്രിയകളിൽ നാളെ മുതൽ നിന്ന് നമ്മൾ ചെയ്തു തുടങ്ങുന്ന കർമ്മത്തിൻ്റെ ഒരു ഫലം ഇനിയെങ്കിലും ഇത്ര നാളും ചെയ്തോ, അല്ലെങ്കിൽ ഇത്ര നാളും നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, ഇത്ര നാളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ചിലപ്പം ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. പക്ഷേ എങ്കിലും ഇതൊക്കെ ഈ ഇവിടെ ബേസ് ചെയ്ത് ചെയ്യേണ്ട കർമ്മങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നല്ലതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരീരത്തിനും മനസ്സിനും മാത്രമല്ല, നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ അനുഭൂതിയും അനുഗ്രഹങ്ങളും അടുത്ത തലമുറകൾക്കും കൂടെ പകർന്നു കൊടുക്കാനും കൂടെ നമുക്ക് പറ്റും. അതിലുപരി നമ്മുടെ ദേശത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയും തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്കുണ്ടാവും. കാരണം ആരും ബുദ്ധിശൂന്യരായി മാറത്തില്ല, എല്ലാവരും ബുദ്ധിമാന്മാരായി മാറും. അപ്പം നമ്മുടെ സമൂഹത്തിൽ മറ്റ് വിപത്തുകളൊന്നും ഉണ്ടാവാതെ, ബുദ്ധിയുണ്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും സിദ്ധിയാണല്ലോ. ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ വിവരക്കേടുകളും പല പല പ്രശ്നങ്ങളിലും ചെന്ന് കയറുന്നതും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ബുദ്ധിയുള്ളവരെ പോലും പിന്നെ കണ്ട ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ കാണിക്കുന്നത്. ഇതൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. ഇതിനെയാണ് ഈശ്വര ചൈതന്യം ഇല്ലായ്മയെന്ന് പറയുന്നത്. ഈശ്വര ചൈതന്യം ഉള്ളവൻ എപ്പോഴും ക്ഷമയുണ്ടായിരിക്കും. ഈശ്വരനുമായിട്ട് അറിഞ്ഞു പോകുന്നവൻ എപ്പോഴും ക്ഷമിക്കും. കാരണം നമ്മൾ കൊടുക്കുന്നതല്ല ഈശ്വരൻ കൊടുക്കുന്നത്. ഈശ്വരൻ കൊടുത്താൽ അത് ഇരിപ്പതാണ്, അത് എക്കാലത്തേക്കും അത് കിട്ടിക്കോളും. നമ്മൾ കൊടുത്താൽ അത് ആ പിശ അവിടെ തീരും. അപ്പോൾ നമ്മൾ ഈശ്വരനിലേക്ക് ലയിക്കുക. നമ്മളുടെ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്, അതായത് ബലിതർപ്പണ രീതികളിലായാലും മറ്റുള്ള പൂജാതിവിധി കർമ്മകാര്യങ്ങളിലായാലും ഏത് കാര്യങ്ങളും നമ്മൾ ചെയ്താലും ചെയ്യിപ്പിച്ചാലും നമ്മൾ ഉൾക്കണ്ണോടുകൂടി അതിനെ സ്നേഹിച്ച് വിശ്വസിച്ച് വിശ്വാസപൂർവ്വം നമ്മളത് ചെയ്താൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് തന്നെയാണ് ഉണ്ടാകുന്നത്. അതിലൊരു സംശയവുമില്ല. അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും മഹാവിഷ്ണു ഭഗവാന്റെ ഉണ്ടായിരിക്കട്ടെ. മറ്റന്നാളത്തെ ബലിതർപ്പണ രീതികളിൽ എല്ലാം മംഗളകരമായിട്ട് കുടുംബ ഭേദ പിതൃക്കൾ എന്ന് പറഞ്ഞ് തിലഹവനവും നടത്തി കുടുംബത്തുള്ള സർവ്വ സമഷ്ടമായിട്ടുള്ള എല്ലാ പിതൃക്കൾക്കും മോക്ഷം കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉപരി എല്ലാ യോഗീശ്വരന്മാർക്ക് വേണ്ടി നമ്മളുടെ വീട്ടിൽ ദീപാരാധന, അതായത് ക്ഷേത്രത്തിലെ 6:45 ദീപാരാധന സമയത്ത് നമ്മളുടെ പൂജാമുറിയിൽ ഭാവിൻ്റെ അന്നത്തെ ദിവസം തിർമ്മധുരവും കൂടി വെച്ച്, പാലും പഴവും തിർമ്മധുരവും കൂടി വെച്ച് കുടുംബത്തുള്ള സർവ്വ പിതൃക്കൾക്ക് മധുരവും കൂടി കൊടുത്ത് അവസാനിച്ചൊരു കർപ്പൂരവും കത്തിച്ച് കഴിഞ്ഞാൽ പരിപൂർണമായി നമ്മളുടെ ഈ ഒരു പൂജ വളരെ എളിയ രീതിയിൽ ചെയ്യുകയും ചെയ്യും. അതിലുപരി മനസന്തോഷത്തോടു കൂടി അവർ സർവ്വ അനുഗ്രഹങ്ങളും തന്നിട്ട് അവരെവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് തന്നെ അവർ ലയിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമ്മൾ ഇത്യാദി കർമ്മകാര്യങ്ങൾ എളിയ രീതിയിൽ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ പൂജകൾ ചെയ്ത് നോക്ക്. മറ്റൊരാളിനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ നമ്മൾ തന്നെ ഇതെല്ലാം മനസ്സിലാക്കി ചെയ്തു നോക്ക്. അതിൻ്റേതായിട്ടുള്ള ഗുണം നമുക്കുണ്ടായിരിക്കും. അതിലൊരു മാറ്റവുമില്ല. മഹാവിഷ്ണു അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭഗവാന്മാരുടെ ചൈതന്യം ഉണ്ടായിരിക്കട്ടെ. എല്ലാ സൽപ്രവൃത്തികൾക്കും ഭഗവാന്റെ അനുഗ്രഹം ദീർഘനാൾ ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇത് ഇവിടെ വെച്ച് നമ്മൾ നിർത്തുവാണ്.